പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. +1 ഇംപ്രൂവ്മെന്റ് ഇക്കണോമിക്സ് പരീക്ഷ, അതുപോലെ തന്നെ സ്റ്റാറ്റിസ്റ്റിക്സ് പരീക്ഷ, ഇവ രണ്ടും എഴുതാൻ പോകുന്ന വിദ്യാർത്ഥികൾക്ക് 100% ഉപകരിക്കുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ അടങ്ങിയ ഒരു ഭാഗമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. എല്ലാ വിദ്യാർത്ഥികളും ഈ പറയുന്ന കാര്യങ്ങൾ മുഴുവനായും കാണുകയും കേൾക്കുകയും ചെയ്ത് കൃത്യമായി അത് രേഖപ്പെടുത്തി പഠിച്ചു എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രമേ സ്കൂളിലേക്ക് പോകാൻ പാടുള്ളൂ. ഇക്കണോമിക്സിന്റെ സ്റ്റാറ്റിസ്റ്റിക്സ് ഭാഗത്തു നിന്നും അതുപോലെ കൊമേഴ്സ് വിദ്യാർത്ഥികൾക്ക് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറഞ്ഞ സെപ്പറേറ്റ് ഒരു ബുക്ക് തന്നെ പഠിക്കാനുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് ഉപകാരപ്പെടുന്ന കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. അപ്പോൾ അതിൽ ഒന്നാമത്തെ ചാപ്റ്റർ നമ്മൾ ഓരോ ചാപ്റ്റർ വൈസ് പറയാം. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ക്വാളിറ്റേറ്റീവ് ഡാറ്റ, ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ തമ്മിലുള്ള ഡിഫറൻസ് ആണ്. അത് കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചു വെക്കുക. അതിന്റെ എക്സാമ്പിൾ സഹിതം പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. ഒന്നുകിൽ അതിന്റെ എക്സാമ്പിൾ തന്നിട്ട് നമുക്ക് അതിനോട് കോളം തരംതിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കും ചോദിക്കേണ്ടാവുക. ഇനി അതല്ലെങ്കിൽ ക്വാളിറ്റേറ്റീവ് ഡാറ്റ, ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ, അതായത് ഗുണാത്മക ദത്തങ്ങൾ അതുപോലെ തന്നെ പരിമാണാത്മക ദത്തങ്ങൾ എന്നിവ തരംതിരിച്ചെഴുതാൻ വേണ്ടിയിട്ട് ചോദിക്കാം. ഓക്കെ, അതാണ് നമുക്ക് ആ ഒന്നാമത്തെ ചാപ്റ്ററിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് പറയാനുള്ളത്. ഇനി രണ്ടാമത്തെ ചാപ്റ്റർ കളക്ഷൻ ഓഫ് ഡാറ്റ എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ ഉണ്ട്. ഈ കളക്ഷൻ ഓഫ് ഡാറ്റയിൽ നമുക്ക് ഡാറ്റകൾ നമ്മൾ ഏതൊക്കെ രീതിയിലാണ് കളക്ട് ചെയ്യേണ്ടത് എന്ന് പഠിക്കുന്നുണ്ട്. അവിടെ നമ്മൾ പ്രൈമറി ഡാറ്റ കളക്ഷൻ എന്ന് പറയുന്ന ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമുണ്ട്. പ്രൈമറി ഡാറ്റ കളക്ഷൻ വെരി ഇമ്പോർട്ടന്റ്, അത് കൃത്യമായിട്ട് പഠിക്കുക. ഓക്കെ, പേഴ്സണൽ ഇന്റർവ്യൂ മെത്തേഡ്, അതുപോലെ തന്നെ നമ്മുടെ ടെലിഫോണിക് ഇന്റർവ്യൂ മെത്തേഡ്, അതുപോലെ നമ്മുടെ തപാൽ മുഖേനയുള്ള അതായത് മെയിലിംഗ് ക്വസ്റ്റ്യനെയർ മെത്തേഡ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കണം. അത് രണ്ടാമത്തെ ചാപ്റ്ററിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അതൊരു 5 മാർക്കിന് അല്ലെങ്കിൽ 4 മാർക്കിനൊക്കെ ചോദിക്കുന്ന ചോദ്യമാണ്. അതിൽ തന്നെ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ട ഒന്നാണ്, 1 വേർഡ് ചോദിക്കാം, അല്ലെങ്കിൽ 2 മാർക്കിനോ 3 മാർക്കിനോ വരെ ചോദിക്കാവുന്ന ഒരു ചോദ്യമാണ് പൈലറ്റ് സർവേ എന്താണെന്ന് ചോദിക്കും. പൈലറ്റ് സർവേ നമുക്കറിയാം, ഒരു പ്രീ റിക്വസിറ്റ് സർവേക്ക് പറയുന്ന പേരാണ് പൈലറ്റ് സർവേ എന്ന് പറയുന്നത്, അല്ലെ? പൈലറ്റ് സർവേ. ഓക്കെ, അത് കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചിരിക്കണം. അതുപോലെ സെൻസസ് സർവേ എന്താണ്, അതുപോലെ സാമ്പിൾ സർവേ എന്താണ്. ഈ സാമ്പിൾ തന്നെ നമ്മൾ റാൻഡം സാമ്പിളിങ്, നോൺ റാൻഡം സാമ്പിളിങ്, അങ്ങനെയുള്ള ഭാഗങ്ങളുണ്ട്. ഇതൊക്കെ നിങ്ങൾ പഠിക്കുക. അതൊക്കെ സ്ഥിരം ക്വസ്റ്റ്യൻസ് ആണ്. അത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഓർഗനൈസേഷൻ ഓഫ് ഡാറ്റ എന്ന് പറയുന്ന മൂന്നാമത്തെ ചാപ്റ്ററിൽ നമ്മൾ ഇമ്പോർട്ടന്റ് എടുത്ത് പഠിക്കേണ്ട ഒരു കാര്യമുണ്ട്. അതായത് ഡാറ്റകൾ നമ്മൾ ഏതൊക്കെ രീതിയിലാണ് ക്ലാസിഫിക്കേഷൻ നടത്തുന്നത്. അതായത് ക്ലാസിഫിക്കേഷൻ ഓഫ് ഡാറ്റ, നമ്മൾ കളക്ട് ചെയ്ത ഡാറ്റകൾ ഏതൊക്കെ രീതിയിൽ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. നമ്മളവിടെ 4 രീതിയിലാണ് ക്ലാസിഫൈ ചെയ്യുന്നത്, അല്ലെ? ഏതൊക്കെയാണ് അത്? ഒന്ന് ക്രോണോളജിക്കൽ ക്ലാസിഫിക്കേഷൻ ആണ്, അല്ലെ? അതായത് കാലക്രമം അനുസരിച്ചുള്ള തരംതിരിവ്. അതുപോലെ തന്നെ മറ്റൊന്ന് സ്പാഷ്യൽ ക്ലാസിഫിക്കേഷൻ ആണ്, സ്ഥലം അനുസരിച്ചുള്ള തരംതിരിവ്. പിന്നെ നമ്മൾ ക്വാളിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ, ക്വാണ്ടിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ. അത് 4 നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് പോയാൽ മതി. അത് 4 മാർക്കിന് ചോദിക്കുന്ന ഒരു ഭാഗമാണ്. അതുപോലെ തന്നെ നമ്മൾ വെരി ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ് നമ്മുടെ ഈ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ചോദിക്കും. ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ അത് നിങ്ങൾ ഒരു കാരണവശാലും വിട്ട് കളയരുത്. 5 മാർക്ക് അല്ലെങ്കിൽ 4 മാർക്കിന്റെ ചോദ്യമാണ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ. അത് കാണാത്തവരും അറിയാത്തവരും ഉണ്ടെങ്കിൽ, അത് പഠിക്കാൻ അത് പഠിച്ചിട്ട് മനസ്സിലാവാത്ത കുട്ടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന്റെ ഒരു വീഡിയോ ഓൾറെഡി നമ്മുടെ ചാനലിൽ ഉണ്ട്. അത് നിങ്ങൾ ചാപ്റ്റർ 3 എന്ന രീതിയിൽ തന്നെ പോയി കാണുക. ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ടേബിളുമായി ബന്ധപ്പെടുത്തിയിട്ട് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ക്ലാസുകൾ 2 തരത്തിലുണ്ട്. ഇൻക്ലൂസീവ് ക്ലാസ്, അതുപോലെ തന്നെ എക്സ്ക്ലൂസീവ് ക്ലാസ്. എങ്ങനെയാണ് ഒരു ഇൻക്ലൂസീവ് ക്ലാസിനെ എക്സ്ക്ലൂസീവ് ക്ലാസ് ആക്കി മാറ്റുക, അതൊക്കെ നമ്മൾ പഠിക്കണം. ഓക്കെ, ഇൻക്ലൂസീവ് ക്ലാസ് എന്ന് പറയുന്നതും എക്സ്ക്ലൂസീവ് ക്ലാസ് എന്ന് പറയുന്നത് എന്താണ്, അതെങ്ങനെയാണ് നമ്മൾ ഈ ഇൻക്ലൂസീവിനെ എക്സ്ക്ലൂസീവിലേക്ക് മാറ്റുക, അതൊക്കെ നമ്മൾ കൃത്യമായിട്ട് പഠിക്കണം. വീഡിയോ ഓൾറെഡി ചാനലിലുണ്ട്, മറക്കാതെ കാണുക എല്ലാവരും. അതുപോലെ തന്നെ നമ്മൾ 4ാമത്തെ ചാപ്റ്ററിൽ പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ടത്, അവിടെ പരീക്ഷയ്ക്ക് സ്ഥിരമായിട്ട് ചോദിക്കുന്ന 1-2 കാര്യങ്ങളുണ്ട്. അവിടെ നമ്മൾ പ്രസന്റേഷൻ ഓഫ് ഡാറ്റയാണ്. ഡാറ്റകൾ നമ്മൾ എങ്ങനെയൊക്കെ കളക്ട് ചെയ്ത ഡാറ്റകൾ, അതുപോലെ തന്നെ ക്ലാസിഫൈ ചെയ്ത ഡാറ്റകൾ നമുക്ക് എങ്ങനെയൊക്കെ അവതരിപ്പിക്കാം എന്നാണ് അവിടെ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ അവതരണം അവിടെ നമ്മൾ പ്രധാനമായിട്ടും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചു പോകേണ്ട ഒരു കാര്യം ഗ്രാഫിക്കൽ പ്രസന്റേഷൻ ഓഫ് ഡാറ്റ എന്നുള്ളതാണ്. ഗ്രാഫിക്കൽ പ്രസന്റേഷൻ ഓഫ് ഡാറ്റയിൽ നമ്മൾ ഈ
ഹിസ്റ്റോഗ്രാം ചോദിക്കാറുണ്ട്. സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഹിസ്റ്റോഗ്രാം. ഹിസ്റ്റോഗ്രാം വരച്ച് പിന്നെ മോഡ് കാണാൻ വേണ്ടി ചോദിക്കും. ഹിസ്റ്റോഗ്രാം നമുക്കറിയാം അല്ലെ, നമ്മളിങ്ങനെ ബാറുകൾ സെറ്റ് ചെയ്ത് വെക്കുന്നതാണ് ഹിസ്റ്റോഗ്രാം. അപ്പോൾ ആ ഹിസ്റ്റോഗ്രാം വരച്ചിട്ട് അതിൽ മോഡ് കാണാൻ വേണ്ടി ചോദിക്കും. അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു ചോദ്യം പൈ ഡയഗ്രാം വരയ്ക്കാൻ വേണ്ടി ചോദിക്കും. ഓക്കെ, അതുപോലെ സിമ്പിൾ ബാർ ഡയഗ്രാം വരയ്ക്കാൻ വേണ്ടി ചോദിക്കും. ബാർ ഡയഗ്രാം, സിമ്പിൾ ബാർ ഡയഗ്രാം ഉണ്ട്, കമ്പോണന്റ് ഉണ്ട്, അതുപോലെ തന്നെ മൾട്ടിപ്പിൾ ഉണ്ട്. അതിൽ നിങ്ങൾ സിമ്പിൾ പഠിക്കുക. സിമ്പിൾ എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഓരോന്നും നിശ്ചിത അകലത്തിൽ തുല്യമായിട്ടുള്ള വീതി അതുപോലെ തന്നെ ഉയരമൊക്കെ കണക്കാക്കിക്കൊണ്ട് വരയ്ക്കുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള സിമ്പിൾ ബാർ ഡയഗ്രാം വരയ്ക്കുക. അതുപോലെ തന്നെ സിമ്പിൾ ബാർ ഡയഗ്രാം കഴിഞ്ഞാൽ അവിടെ മനസ്സിലാക്കേണ്ട ഒന്നാണ് പൈ ഡയഗ്രാം. എങ്ങനെയാണ് പൈ ഡയഗ്രാം വരയ്ക്കേണ്ടത്? പൈ ഡയഗ്രാം ഒക്കെ സ്ഥിരം ക്വസ്റ്റ്യൻ ആണ്, 5 മാർക്കാണ് അതിന് കിട്ടാൻ പോകുന്നത്. അതുപോലെ ഇവിടുന്ന് ചോദിക്കുന്ന ഒരു എസ്സേ ആണ്, ഒജീവ് വരയ്ക്കാൻ വേണ്ടി ചോദിക്കും. അതായത് ഗ്രേറ്റർ ദാൻ ഒജീവ്, അതുപോലെ തന്നെ ലെസ് ദാൻ ഒജീവ്. ഓക്കെ, ഒജീവ് 2 തരത്തിലുണ്ട്. നമ്മളിങ്ങനെ എക്സ് എഴുതിയ പോലെ നമുക്ക് വരയ്ക്കാൻ പറ്റും ഒരു എക്സ് ആൻഡ് വൈ ആക്സിസിൽ. അത് കൃത്യമായിട്ട് ഒരു എക്സ് ആൻഡ് വൈ ആക്സിസ് തന്നെയാണ് ഒജീവ് വരയ്ക്കാൻ വേണ്ടി ചോദിക്കുക. ഒജീവ് വരയ്ക്കാൻ വേണ്ടി നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതുപോലെ പൈ ഡയഗ്രാമത്തിന്റെ വീഡിയോ ഒക്കെ നമ്മുടെ ചാനലിലുണ്ട്. മറക്കാതെ അതൊക്കെ എടുത്ത് കാണണം. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്ന് ഉറപ്പാണ്. എങ്കിലും വീണ്ടും നമ്മളത് കാണുക, കണ്ടുകൊണ്ടിരിക്കുക. പരീക്ഷയ്ക്ക് ഏറ്റവും എളുപ്പമുള്ളതാക്കി മാറ്റുക. കണ്ടാൽ മാത്രം പോരാ, അത് നിങ്ങൾ ചെയ്ത് പഠിക്കുകയും വേണം. അതിൽ പറയുന്നത് പോലെ. അപ്പോൾ ഒജീവ് ഉറപ്പായിട്ടും പഠിച്ചോ. എസ്സേ ആണ്, 8 മാർക്കിന്റെ ഷുവർ ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കേണ്ട ഒന്നാണ് പാർട്സ് ഓഫ് ദ ടേബിൾ എന്ന് പറഞ്ഞിട്ട്. ടേബിളിന്റെ വിവിധ ഭാഗങ്ങളുണ്ട്. ടൈറ്റില്, അതുപോലെ തന്നെ സ്റ്റബ്, അതുപോലെ കോളം ഹെഡിങ്, അതുപോലെ റോസ് ഹെഡിങ്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള കുറെ ഭാഗങ്ങളുണ്ടല്ലോ. ബോഡി ഓഫ് ദ ടേബിൾ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അത് നിങ്ങൾ കൃത്യമായിട്ടൊന്ന് പഠിച്ചു വെക്കുക. പാർട്സ് ഓഫ് ദ ടേബിൾ. ഓക്കെ, അതൊക്കെ ചോദിക്കുമ്പോൾ പാർട്സ് ഓഫ് ദ ടേബിൾ ഒക്കെ ചോദിക്കുമ്പോൾ നമ്മൾ എത്ര മാർക്കിനാണ് ചോദിക്കുന്നത് വെച്ചാൽ ആ പോയിന്റ് മാത്രം കൊടുത്താൽ മതി. അതൊന്നും വിവരിക്കാനൊന്നുമില്ല. 5ാമത്തെ ചാപ്റ്റർ നമ്മൾ പ്രോബ്ലം ചാപ്റ്റർ ആണ്. അത് മീൻ മീഡിയൻ മോഡ് അല്ലെ, മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി എന്ന് പറയുന്ന ചാപ്റ്റർ വെരി ഇമ്പോർട്ടന്റ് ചാപ്റ്റർ ആണ്. അതിൽ മീൻ മീഡിയൻ മോഡ് ഷുവർ ആയിട്ടും കാണാണ്ടാവും. 5 മാർക്ക് അല്ലെങ്കിൽ നമുക്ക് ചോദിക്കാവുന്നത്. 5 മാർക്ക് എന്ന് പറയുമ്പോൾ സിംഗിൾ ആയിട്ട് ചോദിക്കുകയാണെങ്കിൽ 5 മാർക്കാണ്, അല്ലെങ്കിൽ 4 മാർക്കാണ്. ഇനി അതല്ലെങ്കിൽ 3 കൂടെ ഒരുമിച്ച് ചോദിക്കുക, അല്ലെങ്കിൽ 2 ഒരുമിച്ച് ചോദിക്കുക, 8 മാർക്കിൽ ചോദിക്കുന്ന ചോദ്യമാണ്. കഴിഞ്ഞ വർഷം നിങ്ങൾ എഴുതിയപ്പോൾ വന്ന ചോദ്യമാണത്. മീനും മീഡിയനും കാണാൻ വേണ്ടി ചോദിച്ചിട്ടുണ്ടായിരുന്നു 8 മാർക്കിന്. ഓക്കെ, മീനും മീഡിയനും കാണാൻ വേണ്ടി ചോദിച്ചു. അപ്പൊ കഴിഞ്ഞ വർഷം ചോദിച്ചതുകൊണ്ട് ഈ വർഷം ചോദിക്കില്ല എന്ന് ഉറപ്പൊന്നുമില്ല. അത് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. എന്തായാലും ചിലപ്പോൾ അത് മീൻ മീഡിയൻ മോഡ് ഒരുമിച്ച് ചോദിക്കാം. വീഡിയോ ചാനലിലുണ്ട്, മറക്കാതെ കാണുക. ആർക്കെങ്കിലും അത് അറിയാത്തവരുണ്ട് ദയവായിട്ട് ഈ വീഡിയോയ്ക്ക് താഴെ ഒന്ന് കമന്റ് ചെയ്യുകയാണെങ്കിൽ നമ്മളത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ബോർഡിൽ എഴുതി കാണിക്കുന്നതാണ്. ഓക്കെ, അതായത് നിങ്ങളെ എഴുതി പഠിപ്പിക്കുന്നതാണ്. ഓക്കെ, അപ്പൊ അത് നിങ്ങൾ കമന്റ് ചെയ്താൽ അതിനനുസരിച്ച് ചെയ്തു തരാം. 6ാമത്തെ ചാപ്റ്റർ ആണ് മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ. ഡിസ്പേർഷന്റെ അളവുകൾ ഏതൊക്കെയാണ്, ഡിസ്പേർഷൻ ഏതൊക്കെ രീതിയിൽ നമുക്ക് മെഷർ ചെയ്യാൻ വേണ്ടി ചോദിക്കും. അപ്പൊ 5 തരം ഡിസ്പേർഷൻ മെഷർമെന്റുകൾ ഉണ്ട്. റേഞ്ച്, QD, അതുപോലെ MD, SD, ലോറൻസ് കർവ്. മനസ്സിലായല്ലോ? അതായത് റേഞ്ച് കാണാൻ വേണ്ടി ചോദിക്കാം. സിംഗിൾ മാർക്കിനാണ് ചോദിക്കുക റേഞ്ച് കാണാൻ വേണ്ടിയിട്ട്. റേഞ്ച് കാണാനുള്ള ഇക്വേഷൻ ഒക്കെ പഠിച്ചു വെക്കുക. H-L ആണ്. അപ്പോൾ അതുപോലെ തന്നെ റേഞ്ചിന്റെ കോഎഫിഷ്യന്റ് ഓഫ് റേഞ്ച് കാണാൻ വേണ്ടി ചോദിക്കും. അതുപോലെ QD-യുടെ കോഎഫിഷ്യന്റ് കാണാൻ വേണ്ടി ചോദിക്കാം. അതുപോലെ SD ചോദിക്കാം, അതുപോലെ MD ചോദിക്കാം. അപ്പൊ എല്ലാം കൂടെ ചോദിക്കുമോ എന്ന് ചോദിച്ചാൽ ഇവിടെ കൃത്യമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് SD നിങ്ങൾ എന്തായാലും വേണ്ട തല കുത്തി നിന്ന് പഠിച്ചോ. SD കണ്ടിന്യൂസ് സീരീസിൽ പഠിച്ചോ. അതുപോലെ തന്നെ QD കണ്ടിന്യൂസ് സീരീസിൽ പഠിച്ചോ. അതുപോലെ റേഞ്ച് അത് സിംഗിൾ ആയിട്ട് നിങ്ങൾ പഠിക്കുക, അതായത് ഇൻഡിവിജ്വൽ സീരീസിൽ പഠിക്കുക. MDക്ക് നമ്മൾ അത്ര വലിയ ഇമ്പോർട്ടൻസ് തരുന്നില്ല. എന്തായാലും QD-യും SD-യും ഈ ചാപ്റ്ററിന് നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചോ. ചിലപ്പോൾ അത് രണ്ടും കൂടെ ഒരുമിച്ച് 8 മാർക്കിന് ചോദിക്കാവുന്നതാണ്, അല്ലെങ്കിൽ അത് സിംഗിൾ ആയിട്ട് SD മാത്രമായിട്ട് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ 6 മാർക്കിന് അല്ലെങ്കിൽ 8 മാർക്കിന് ചോദിക്കാവുന്ന ഒരു ചോദ്യമാണ്. കണ്ടിന്യൂസ് സീരീസിൽ SD എങ്ങനെ കാണാം, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എങ്ങനെ കാണാം. സ്റ്റാൻഡേർഡ് ഡീവിയേഷനും അതായത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാണുന്നതോടൊപ്പം തന്നെ അതിന്റെ പിന്നെ CV കൂടെ കാണാൻ വേണ്ടി പറയും. ഓക്കെ, കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ എന്ന് പറഞ്ഞ ഒരു സംഭവം ഉണ്ട്, അതും കൂടെ കാണാൻ വേണ്ടി പറയും. അതായത് SD ഡിവൈഡഡ് ബൈ മീൻ ഇൻറ്റു 100 എന്ന് പറയുന്ന ഇക്വേഷൻ ഒക്കെ വെച്ചുകൊണ്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടാകും. അറിയാത്തവർ ചാനലിൽ വീഡിയോ ഉണ്ട്, അതൊക്കെ എടുത്ത് കാണുക. ഓക്കെ, ചാപ്റ്റർ വൈസ് നമ്മൾ പ്ലേലിസ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ചെക്ക് ചെയ്താൽ എളുപ്പത്തിൽ നിങ്ങൾക്ക് ഓരോ ചാപ്റ്ററിലെയും ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിക്കാൻ കഴിയുന്നതാണ്. പിന്നെ 7ാമത്തെ ചാപ്റ്റർ ആണ് നമ്മുടെ കോറിലേഷൻ എന്ന് പറയുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ് കോറിലേഷൻ എന്ന് പറയുന്നത്. കോറിലേഷനിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് എടുത്ത് പഠിക്കേണ്ട ഒന്നാണ് സ്കാറ്റർ ഡയഗ്രാം. സ്കാറ്റർ ഡയഗ്രാം പെർഫെക്റ്റ് പോസിറ്റീവ് കോറിലേഷൻ, അതുപോലെ പെർഫെക്റ്റ് നെഗറ്റീവ് കോറിലേഷൻ, പോസിറ്റീവ് കോറിലേഷൻ, നെഗറ്റീവ് കോറിലേഷൻ, നോ കോറിലേഷൻ. ഈ 5 കാര്യങ്ങൾ നിങ്ങൾ പഠിക്കുക. അതിന്റെ പേര്, അതിന്റെ കർവിന്റെ ആകൃതികൾ, അതൊക്കെ വീഡിയോയിലുണ്ട് കേട്ടോ. സോറി, അതിന്റെയൊക്കെ വീഡിയോ ചാനലിലുണ്ട്. കാണാതെ നിങ്ങൾ അത് കൃത്യമായിട്ട്
പഠിച്ചിട്ട് വേണം പോവാൻ, കാണാതെ പോകരുത്. ഓക്കെ, അപ്പോൾ കോറിലേഷനുമായി ബന്ധപ്പെട്ട് സ്കാറ്റർ ഡയഗ്രാം 5 തരം സ്കാറ്റർ ഡയഗ്രാംസ് ഉണ്ട്, അത് നിങ്ങൾ പഠിക്കണം. അതുപോലെ തന്നെ കോറിലേഷൻ അളക്കുന്ന മറ്റ് 2 കാര്യങ്ങൾ, കാൾ പിയേഴ്സന്റെ കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ ഉണ്ട് അല്ലെ, കാൾ പിയേഴ്സൺ കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ. അപ്പൊ എനിക്ക് അതിനേക്കാൾ കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് പറയാനുള്ളത് സ്പിയർമാൻ റാങ്ക് കോറിലേഷൻ ആയിരിക്കും. ഓക്കെ, കാൾ പിയേഴ്സണേക്കാളും കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് ഉള്ളത് സ്പിയർമാന്റെ റാങ്ക് കോറിലേഷൻ ആണ്. റാങ്ക് സഹബന്ധം കാണാൻ വേണ്ടിയിട്ട് ചോദിക്കുന്നുണ്ട്, സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അതൊരു 6 മാർക്കിനോ 4 മാർക്കിനോ ഒക്കെ ചോദിക്കാം. ഇനി ഇപ്രാവശ്യം നമുക്ക് ഈ റാങ്ക് കോറിലേഷൻ കാണുന്നതിന് പകരം സ്പിയർമാനെ കാണുന്നതിന് പകരമായിട്ട് കാൾ പിയേഴ്സൺ ചോദിക്കാം. അപ്പൊ എന്തായാലും ഈ ചാപ്റ്ററിൽ സഹബന്ധം അല്ലെങ്കിൽ കോറിലേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടത് സ്കാറ്റർ ഡയഗ്രാം 5 എണ്ണം പഠിച്ചു പോവണം, അതുപോലെ തന്നെ കാൾ പിയേഴ്സൺ പഠിക്കണം, അതുപോലെ തന്നെ നിങ്ങൾ സ്പിയർമാൻ പഠിക്കണം. അറിയാത്തവർക്ക് വീഡിയോ ഓൾറെഡി ചാനലിലുണ്ട്, കാണാൻ മറക്കണ്ട. ലാസ്റ്റ് ചാപ്റ്റർ 9ാമത്തെ യൂസ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസ് എന്ന് പറയുന്നത് അത് ശ്രദ്ധിക്കുക. അതിലെ ഒരു ചോദ്യം എന്തായാലും ചോദിക്കുന്നതാണ്, ഉറപ്പിച്ചു നിങ്ങൾ പഠിച്ചോ. പ്രോജക്റ്റ് രൂപീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട സ്റ്റെപ്സ് എന്തൊക്കെയാണെന്നുള്ളത് ചോദിക്കും. അത് ഒരു 5 മാർക്ക് അല്ലെങ്കിൽ 6 മാർക്കിനൊക്കെ ചോദിക്കുന്നതാണ്. പോയിന്റ് മാത്രം നിങ്ങൾ പഠിച്ചു പോയാൽ മതി. പ്രോജക്റ്റ് രൂപീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട മെത്തേഡുകൾ എന്തൊക്കെയാണ്, അതിന്റെ രീതികൾ എന്തൊക്കെയാണ്, സ്റ്റെപ്പാണ് ചോദിക്കുന്നത്. 2ാമത്തെ ചാപ്റ്ററിൽ കുറച്ച് കാര്യങ്ങൾ, ഇൻഡെക്സ് നമ്പേഴ്സ് ഉണ്ട്. ഇൻഡെക്സ് നമ്പേഴ്സ് പ്രധാനപ്പെട്ട ഇൻഡെക്സസ് ഏതൊക്കെയാണെന്നുള്ളത് പഠിക്കുക. അത് 1 വേർഡ് ടൈപ്പ് ചോദിക്കുന്നതാണ്. പിന്നെ അതിൽ പ്രോബ്ലം ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഞാൻ അത് അത്ര ഇമ്പോർട്ടൻസ് തരുന്നില്ല. പ്രോബ്ലം ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഏതെങ്കിലും ഒന്ന് വരും. ഓക്കെ, എന്ന് വെച്ച് നിങ്ങൾ അത് പിന്നെ പഠിക്കാൻ കഴിയുന്നവർ അതിൽ നിന്ന് പഠിക്കുക, അല്ലാത്തവര് ബുദ്ധിമുട്ടുള്ള ആൾക്കാർ അതിൽ കെട്ടിമറയേണ്ട ആവശ്യമില്ല. ബാക്കിയുള്ളത് തന്നെ നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഷുവർ ആയിട്ട് നിങ്ങൾക്ക് നല്ല മാർക്ക് നിന്ന് സ്കോർ ചെയ്യാൻ പറ്റും. ഇനി എക്കണോമിക്സിന്റെ, ഇന്ത്യൻ എക്കോണമിയുടെ പാർട്ടുമായിട്ട് ഞാൻ പുതിയൊരു വീഡിയോയിൽ നിങ്ങൾക്ക് അതിനെ പരിചയപ്പെടുത്തി തരാം. എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് കരുതട്ടെ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. പുതിയ വീഡിയോയ്ക്ക് വേണ്ടി കാത്തിരിക്കുക. നമുക്ക് വീണ്ടും പുതിയ ഒരു വീഡിയോയുമായി കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് അവർ വീഡിയോസ്.